നമ്മളിപ്പോൾ ഉരുളിക്കകത്താണ്. ഉരുളിക്കകത്ത് കയറി നമ്മൾ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോവാണ്. ചിക്കൻ പച്ചമുളക് ഇട്ടത്. നമുക്ക് ചിക്കൻ പച്ചമുളകിലേക്ക് കിടക്കാം. വെളിച്ചെണ്ണ എത്ര ഗ്രാം? ഒരു 100 ഗ്രാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എത്ര കിലോ ചിക്കനാണ്? ഒരു 1.5 കിലോ ചിക്കൻ മീറ്റ് മാത്രമായിട്ട് വേണം. 1.5 കിലോ മീറ്റ്. അപ്പം 100 ഗ്രാം വെളിച്ചെണ്ണ എടുത്തു. 1.5 കിലോ മീറ്റ്. ജിഞ്ചർ. ജിഞ്ചർ എത്ര സ്പൂൺ വേണം? ജിഞ്ചർ ഒരു 4 സ്പൂൺ. 4 സ്പൂൺ. 4 സ്പൂൺ ജിഞ്ചർ. അതേപോലെ 4 സ്പൂൺ ഗാർലിക്. ഗാർലിക് ഇളക്കി കൊടുക്കാം അല്ലേ? അതെ അതെ. അത് നല്ലോണം ഒന്ന് സോട്ടായി കഴിയുമ്പോഴത്തേക്ക് പച്ചമുളക് ക്രഷ് ചെയ്ത പച്ചമുളകുണ്ട്. അതെ അതെ. ഇത് നന്നായിട്ട് സോട്ട് ആകുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം വിട്ടുപോയി. ഇത് മിസ്റ്റർ സനിൽ, ഇവിടുത്തെ കുക്കാണ്. ഭയങ്കര കേമന. ചിക്കൻ പച്ചമുളക് ഇട്ടതെന്ന് പറഞ്ഞാൽ ചിക്കൻ പച്ചമുളക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം ഇത് ഒരു ഫ്രൈ സോട്ടായിട്ടുണ്ട്. ഗ്രീൻ ചില്ലി ക്രഷ് ചെയ്ത് ഗ്രീൻ ചില്ലി. ഇത് എത്ര സ്പൂൺ വേണം? അതൊരു 3 സ്പൂൺ മതി. 3 സ്പൂൺ. എത്ര നല്ല ഈ പാചകം തുടങ്ങിയിട്ട്? 8 കൊല്ലം. ഉരുളിയിലേക്ക് മാറാൻ കാരണം ഉരുളി സ്പെഷ്യൽ ഇവിടെ എല്ലാം ഉരുളിയിലേ ഉണ്ടാവുള്ളൂ. ചിക്കൻ ഫ്രൈ മുതൽ ചിക്കൻ കറി ആയാലും എന്തായാലും ശരി ഉരുളിയിലെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ്. അതെ. സെർവിങ്ങും ഉരുളി തന്നെ. ഇതുപോലെ തന്നെ ചെറിയ മണ്ണിൻ്റെ ഉരുളിയിലാണ് സെർവിങ്. ഗ്രീൻ ചില്ലി നമ്മൾ നീളത്തിൽ വീണ്ടും ഗ്രീൻ ചില്ലി ക്രഷ് ചെയ്തിട്ടു. ഇനി ഗ്രീൻ ചില്ലി ലോങ് പീസസ് ആയിട്ട്. എത്ര വേണം? ഒരു 4 എണ്ണം. ഇനി അടുത്തിടാൻ പോകുന്നത് ചുവന്നുള്ളി വെച്ചിട്ടുണ്ട്. ചുവന്നുള്ളി ചോപ്പ് ചെയ്ത് ഇത് എത്ര ഉണ്ടാവും? എന്തോരം ഉണ്ടാവും ഇത്? ചുവന്നുള്ളി 1 കിലോ ചുവന്നുള്ളി ഉണ്ടാവും. 1 കിലോ ഉണ്ടാവും. സവോള ചേർക്കുന്നില്ല നമുക്ക് ഇതിൻ്റെ അകത്ത്. ഇത് തനി നാടൻ ഫുഡാണ്. അതുകൊണ്ട് തന്നെ ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ അതെ. ഇനി അടുത്ത് പെരിഞ്ചീരകം പൊടിച്ച് വെച്ചിരിക്കുന്നത് ഒരു 3 സ്പൂൺ. ചെറിയ സ്പൂൺ. 3 സ്പൂൺ പെരിഞ്ചീരകം. നിറച്ചു വേണോ വടിച്ചു വേണോ? ഇട്ടോളൂ. ഒഴിവുപോലെ ഇടാന്നല്ലേ? എന്തായാലും ഞാൻ നിറച്ചുമല്ല വടിച്ചു അല്ലാത്ത രീതിയിൽ 3 സ്പൂൺ തട്ടിയിട്ടുണ്ട്. ഓക്കെ. ഇനി അതിനുശേഷം ഗരം മസാലപ്പൊടി. ഗരം മസാല. ഇതിനകത്ത് ഏതൊക്കെ മസാല ഉണ്ട്? പട്ട, ഏലക്ക, ഗ്രാമ്പൂ, തക്കോലം. 4 കൂട്ടുള്ളൂ. സോട്ടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്യണം. ചിക്കൻ 1.5 കിലോ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത ചിക്കനാണ്. തട്ടിക്കട്ടെ? ചിക്കനകത്തുള്ള വെള്ളം ഒഴുകി തന്നെ അതെ. നമ്മൾ നമുക്ക് വേറെ വെള്ളം ഒഴിക്കും. വേറെ അല്ല, പാലാണ് നമ്മൾ ഒഴിക്കുന്നത്. തേങ്ങാപ്പാൽ. നമുക്ക് ഉപ്പിടാം. ഉപ്പ് ഓക്കെ. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചിക്കൻ ഇട്ടതിന് ശേഷം മസാലകളൊക്കെ വേവിച്ച് ചിക്കൻ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഉപ്പിട്ടത്. അതെ. കറി ലീഫ് കുറച്ച് കറി ലീഫ്. 1.5 കിലോ ചിക്കനായിരുന്നു. കാഷ്യൂ പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു 3 സ്പൂൺ.
ഓൾമോസ്റ്റ് ചേർക്കുന്ന എല്ലാ മസാലകളും ഡ്രൈ മോഡിലാണ്. അതായത് നമ്മൾ തേങ്ങാപ്പാലോ വെള്ളമൊന്നും ചേർക്കുന്നതിന് മുമ്പേ ആണ് ചേർക്കുന്നതെല്ലാം. നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ഏകദേശം ഒരു ഗ്രീനിഷ് കളറിൽ തന്നെ വന്നിട്ടുണ്ട്. എത്ര സമയം ഇങ്ങനെ ഇരിക്കണം? ചിക്കൻ ബോയിലാകാൻ വേണ്ടി ഒരു 10 മിനിറ്റ്. അതിനുശേഷമാണ് നമ്മൾ തേങ്ങാപ്പാൽ അതിനുശേഷമാണ് തേങ്ങാപ്പാൽ. ഇതിൻ്റെ ഒരു ഹാഫ് ബോയിൽ ആകുമ്പോഴത്തേക്ക് നമ്മൾ രണ്ടാം പാൽ ഒഴിക്കും. ചിക്കൻ്റെ ഹാഫ് ബോയിൽ ആയി കഴിയുമ്പോഴത്തേക്ക് രണ്ടാമത്തെ പാൽ ഒഴിക്കും. അത് ഒന്ന് കുറുകിയതിന് ശേഷം ഒന്നാം പാൽ ഒഴിക്കും.